ഗൈസ് ആഫ്റ്റർ എ ലോങ് പീരിയഡ് ഞാൻ എൻ്റെ പഴയൊരു ഫേസ് വാഷ് ഇപ്പോൾ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ആ ഒരു ഫേസ് വാഷ് നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുവരേക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാർമസി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. അത് ആക്നെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. പക്ഷേ അതില്ലേ ഓയിൽ കൺട്രോളിങ്ങിനുള്ളതായതുകൊണ്ട് തന്നെ ഫേസ് ഈ ഒരു സമയമാകുമ്പോഴേക്കും നല്ലോണം ഡ്രൈ ആക്കുക, വലിഞ്ഞു മുറുകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ പണ്ട് ഉപയോഗിച്ചൊരു ഫേസ് വാഷ് ഉണ്ട്, അത് ഈ സമയത്ത് അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സെറാവിയുടെ ഒരു ഫേസ് വാഷ് ആണ് ഫോർ ഡ്രൈ സ്കിൻ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്രീം പോലെയാണ്, അതായത് അധികം പതയൂല. സെറ്റാഫിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആട്ടോ ഇതിന് വരുന്നത്. പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതാണ്. ഇതിന് ഈ ഒരു പാക്കേജിങ്ങിന് പ്രൈസ് വരുന്നത് 330 റുപ്പീസ് ആണ് കേട്ടോ. ഗൈസ് ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത്. ഇത് കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് അധികം ഫോം ആവില്ല. ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ അധികം ഫോം ആവില്ല. നമ്മൾ വെറ്റായിട്ടുള്ള ഹാൻഡ്സിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ ഫേസിലേക്ക് കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. എല്ലാ ഡേട്ടും പോയിക്കോളൂ കേട്ടോ. അതാട്ടോ നമ്മുടെ ഐറ്റം വരുന്നത്. സെറ്റഫിൽ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും ഏകദേശം സിമിലർ ആണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇതാണെന്ന് മാത്രം. അപ്പോൾ ഡ്രൈ സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ ക്രീമി ക്ലെൻസർ, അല്ല ഓയിലി സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ അതിനും ഇവർക്ക് ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലത്തേക്ക് ബൈ.